തിരുവനന്തപുരത്തെ കരിക്കകം ചാമുണ്ഡി ക്ഷേത്രത്തിലെ പ്രധാനപ്പെട്ട പൂജയാണ് തണ്ണീർക്കുട. എല്ലാ മാസവും നടത്തിവരാറുള്ള പൂജയ്ക്ക് ഉത്സവം ആരംഭിച്ചതോടെ വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത്. തണ്ണീർക്കുട പൂജ ചെയ്താൽ ഉദ്ദിഷ്ട കാര്യപ്രാപ്തി ലഭിക്കുമെന്നാണ് ഭക്തരുടെ വിശ്വാസം. ചാമുണ്ടേശ്വരി ദേവിയാണ് 3 ഭാവത്തിൽ 3 ശ്രീകോവിലുകളിലായി കരിക്കകം ക്ഷേത്രത്തിൽ കുടികൊള്ളുന്നത്. ദേവിക്ക് ഏറെ പ്രിയപ്പെട്ടതും വേറിട്ടതുമായ വഴിപാടാണ് തണ്ണീർക്കുട. ഓരോ മാസത്തിലെയും കാർത്തിക മകം നക്ഷത്രനാളിൽ 500 പേർക്ക് വിഭവസമൃദ്ധമായ സദ്യ വിതരണം ചെയ്യുന്നതാണ് ചടങ്ങ്. ദേവിയുടെ നിവേദ്യം കൂടി ചേർത്താണ് അന്നദാനം തയ്യാറാക്കുക. മേൽശാന്തിയാണ് പ്രത്യേക പൂജ നടത്തി നിവേദ്യച്ചോറ് സദ്യയിൽ പകർന്നു നൽകുന്നത്. പ്രധാനപ്പെട്ട ഇവിടുത്തെ പൂജ എന്ന് പറയുന്നത് തണ്ണീർക്കുട എന്നുള്ള ഇതാണ്. ആ തണ്ണീർക്കുട ഒരു മാസത്തിൽ 2 എണ്ണം, അതായത് കാർത്തിക മാസത്തിലും മകം നക്ഷത്രത്തിലുമാണ് ഈ ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട തണ്ണീർക്കുട എന്നുള്ള പൂജ ഉള്ളത്. ആ പൂജ എന്ന് പറയുമ്പോൾ ഭക്തജനങ്ങൾക്ക് ആഹാരം കൊടുത്തുകൊണ്ടുള്ള പൂജയാണ്. ആ ഒരു ഭക്തൻ ഇവിടെ വന്ന് നേർന്ന് ഈ തണ്ണീർക്കുട ബുക്ക് ചെയ്താൽ അത് അദ്ദേഹത്തിൻ്റെ കണക്കായി തന്നെ ഭക്തജനങ്ങൾക്ക് ആഹാരം കൊടുക്കുകയും അതോടൊപ്പം ഇവിടുത്തെ പൂജകളെല്ലാം മേൽശാന്തി തന്നെ നടത്തി അവർക്ക് വേണ്ടുന്ന എല്ലാ സൗഭാഗ്യങ്ങളും കിട്ടുന്നതിന് വേണ്ടിയുള്ള പൂജയാണ് തണ്ണീർക്കുട. ക്ഷേത്രത്തിൽ പൊങ്കാല മഹോത്സവം കൂടി ആരംഭിച്ചതോടെ തണ്ണീർക്കുട പൂജയ്ക്ക് ബുക്ക് ചെയ്യാൻ എത്തുന്നവരുടെ എണ്ണവും വർദ്ധിച്ചിട്ടുണ്ട്. വരുന്ന 1 വർഷത്തേക്കുള്ള ബുക്കിംഗ് ഇതിനോടകം പൂർത്തിയായതായി ട്രസ്റ്റ് ഭാരവാഹികൾ അറിയിച്ചു. 40,000 രൂപയാണ് തണ്ണീർക്കുട പൂജയുടെ ചിലവ്. പൂജ ചെയ്താൽ ഉദ്ദിഷ്ട കാര്യപ്രാപ്തി ലഭിക്കുമെന്നാണ് ഭക്തരുടെ വിശ്വാസം. കഴിഞ്ഞ 10 വർഷമായി ക്ഷേത്രത്തിൽ തണ്ണീർക്കുട പൂജ നടത്തിവരുന്നു. മാർച്ച് 22-നാണ് ചരിത്രപ്രസിദ്ധമായ കരിക്കകം പൊങ്കാല. ജനം, തിരുവനന്തപുരം.